Hi dears, let's continue our class. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് നെറ്റ്വർക്ക് ഇഷ്യൂസ് അതിൻ്റെ ചില കമാൻഡ്സൊക്കെ പഠിച്ചിരുന്നു. പിങ്, IP കോൺഫിഗ് പോലെയുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലുള്ള കുറച്ച് കമാൻഡ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഈ ട്രേസ് RT, ട്രേസേർട്ട്, നെറ്റ്സ്റ്റാറ്റ്, NS ലുക്കപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും അതിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയാണ് എറേഴ്സ് ഉള്ളത് അതൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യുന്ന ചില യൂട്ടിലിറ്റി കമാൻഡ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ട്രേസേർട്ട് കമാൻഡ് അല്ലെങ്കിൽ ട്രേസ് റൂട്ട്, അതിൻ്റെ ഒരു ഷോർട്ടാണ് ട്രേസേർട്ട് കമാൻഡ്. അപ്പോൾ ഈ കമാൻഡ് ഇറ്റ് ഷോസ് ഡീറ്റെയിൽസ് അബൌട്ട് ദ പാത്ത് ഓർ റൂട്ട് ദാറ്റ് എ IP പാക്കറ്റ് ടേക്സ് ഫ്രം യുവർ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ടു വാട്ട് എവർ ഡെസ്റ്റിനേഷൻ യു സ്പെസിഫൈ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് ഡാറ്റ ട്രാവൽ ചെയ്യുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ് അല്ലേ. നമ്മൾ TCP/IP നെറ്റ്വർക്കിൽ പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ്സ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറേ ഡിവൈസുകൾ ഉണ്ടാവും, പിന്നെ കുറേ പാത്ത് അല്ലേ, റൂട്ട്, അതിനൊരു റൂട്ട് ഉണ്ടായിരിക്കും പാക്കറ്റ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിങ് കമാൻഡൊക്കെ യൂസ് ചെയ്തിരുന്നു അല്ലേ. ഏതെങ്കിലും ഒരു റിമോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ ഡിവൈസിനെ നമുക്ക് പിങ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം അല്ലേ. കാരണം ആ കണക്ഷൻ ഓക്കെ ആണോ എന്ന്, അത് തമ്മിലുള്ള നെറ്റ്വർക്ക് ഓക്കെ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ് കമാൻഡ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പിങ് കമാൻഡ് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പിങ് കമാൻഡ് എന്തായിരുന്നു? ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യും, അത് എന്ത് ചെയ്യും, തിരിച്ച് നമുക്ക് റിസീവ് ചെയ്താൽ ആ ഒരു കണക്ഷൻ ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്, കാരണം ആ പാത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഹോപ്പ് കടന്നിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് പാത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദ ട്രേസേർട്ട് കമാൻഡ് ഈസ് അവൈലബിൾ ഫ്രം ദി കമാൻഡ് പ്രോംപ്റ്റ് ഇൻ ഓൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്, ഒരു കൺസോൾ ഓപ്പറേഷൻ ആണ് അല്ലേ, അതായത് എന്താണ്, കമാൻഡ് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് അതിലാണ് ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ട്രേസേർട്ടിന് കുറേ ഓപ്ഷൻസ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ട്രേസേർട്ട് മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആദ്യം ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ട്രേസേർട്ട് മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ ട്രേസേർട്ട് ആ ഒരു ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ IP അഡ്രസ്സാണ് അവിടെ കൊടുക്കുക. ഏതാണോ നമുക്ക് അറിയേണ്ട അത് സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിമാണ് കൊടുക്കുക. നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ആ സിസ്റ്റത്തിലേക്ക് ഇതേപോലെ പാക്കറ്റ്സ് സെൻഡ് ചെയ്യാണ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓപ്ഷനും കൊടുക്കാതെ ട്രേസേർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെർവറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്കുള്ള എന്ത് ചെയ്യും, നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെ വഴിക്കാണ് പോകുന്നത്, ഏതൊക്കെ റൂട്ടർ കടന്നിട്ടാണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ട്രേസേർട്ട് google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ഗൂഗിളിൻ്റെ സെർവറിലേക്കുള്ള ആ റൂട്ടാണ് ട്രേസ് ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ സിസ്റ്റം മുതൽ എന്താണ്, ഗൂഗിളിൻ്റെ സെർവർ എവിടെയാണോ ഉള്ളത് അതിനിടയ്ക്കുള്ള എല്ലാ റൂട്ടേഴ്സും വഴി എന്ത് ചെയ്യും, ഈ പാക്കറ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് റിപ്ലൈ വരുന്നതിനനുസരിച്ചാണ് ഇവിടെ നിങ്ങൾക്ക്
അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ രണ്ടാമത്തേന്ന് റിക്വസ്റ്റ് ടൈംഡ് ഔട്ട് ആവുകയാണ് ചെയ്തത്. അവർ പക്ഷേ സെർവർ ബിസി അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് വളരെ ബിസി ആയതുകൊണ്ടായിരിക്കാം ടൈം ഔട്ട് ആയിപ്പോയത്. ഇപ്പോൾ 9 ഹോപ്സ് കടന്നു. ടോട്ടൽ 12 ഹോപ്സ് ട്രേസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ 12 ഹോപ്സ് ഉണ്ട് അതിനിടക്ക്, അതായത് നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ഇതിൻ്റെ ഗൂഗിളിൻ്റെ സെർവർ വരെ. ഓക്കെ. അപ്പോൾ ഇവിടെ വേറെ ഓപ്ഷൻസ്, ഈ ഒരു കമാൻഡിൻ്റെ കൂടെ നമ്മൾ വേറെ ഓപ്ഷൻസും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ -d എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ട്രേസേർഡ് -d എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ട്രേസേർഡ് ഫ്രം റിസോൾവിങ് IP അഡ്രസ് ടു ഹോസ്റ്റ് നെയിംസ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഓരോ ഓപ്ഷനും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു IP അഡ്രസ്സ് പിന്നെ ആണല്ലോ, നമ്മൾ IP അഡ്രസ്സ് വഴിയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റത്തിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പിന്നെ പഠിച്ചതാണ് DNS, അതായത് ഡൊമൈൻ നെയിം കൊടുക്കും അല്ലേ. ചില ഇതിനിപ്പോൾ google.com ആണെങ്കിൽ google.com അതിൻ്റെ ഡൊമൈൻ നെയിമാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോന്നും അതിനിടയിലുള്ള ഓരോ ഹോപ്പിനും അതേപോലെ തന്നെ എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം റിസോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ -d ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, ഈ ആ ഒരു റെസൊല്യൂഷന് വേണ്ടി കാത്തിരിക്കില്ല. IP അഡ്രസ്സ് എന്താണോ അത് വെച്ചിട്ട് തന്നെ അതിൻ്റെ പിന്നെ ഹോസ്റ്റ് നെയിം തപ്പിയിട്ട് പോവില്ല. അപ്പോൾ എന്താണ്, ആ ഒരു IP അഡ്രസ്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ്, ഈ ഒരു റൂട്ട് ട്രേസ് ചെയ്യുന്നത് എളുപ്പം കഴിയും, കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യും ഈ -d കൊടുത്തു കഴിഞ്ഞാൽ. -d google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ റെസൊല്യൂഷൻ, അതായത് എന്താണ് IP അഡ്രസ് ടു ഹോസ്റ്റിലേക്ക് ആ ചേഞ്ച്, ആ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തേലും ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നേരത്തേനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ ഇത് വർക്ക് ചെയ്യും. IP അഡ്രസ്സിനെ എന്ത് ചെയ്യുന്നില്ല, അതിന് കറസ്പോണ്ടിങ് ഹോസ്റ്റ് നെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്യാതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അതേപോലെ തന്നെയാണ് ഈ ഒരു കമാൻഡും. പക്ഷെ -d കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, IP അഡ്രസ്സിനെ എന്ത് ചെയ്യുന്നില്ല, ഹോസ്റ്റ് നെയിമായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. പിന്നുള്ള ഒരു ഓപ്ഷന് -h എന്ന് പറഞ്ഞാൽ മാക്സിമം ഹോപ്സ്, അതായത് ഇറ്റ് സ്പെസിഫൈസ് ദി മാക്സിമം നമ്പർ ഓഫ് ഹോപ്സ് ഇൻ ദി സെർച്ച് ഫോർ ദി ടാർഗറ്റ്. അപ്പോൾ ഏതാണോ പിന്നെ ഏത് സിസ്റ്റത്തിലേക്കാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൂട്ട് ട്രേസ് ചെയ്തതെന്ന് വെച്ചാൽ ആ പിന്നെ സിസ്റ്റം വരെയുള്ള അതിനിടയിൽ ഞാൻ പറഞ്ഞു കുറേ നമ്പർ ഓഫ് ഹോപ്സ് ഉണ്ടാവും അല്ലെങ്കിൽ റൂട്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള റൂട്ടേഴ്സ് മാക്സിമം നമ്പർ എത്ര വരെ ഇതെന്ത് ചെയ്യണം, ട്രേസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് അപ്പോൾ നമ്മളൊരു പിന്നെ ഇതും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, മാക്സിമം ഇത് ചെക്ക് ചെയ്യുന്നത് 30 ഹോപ്സ് ആണ്. അപ്പോൾ 30 ഹോപ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ടാർഗറ്റിൽ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇപ്പം പിന്നെ നമ്മൾ 30 അല്ല, നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ 20 അല്ലെങ്കിൽ 10 ഹോപ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യുള്ളൂ, ഈ കമാൻഡ് മാക്സിമം 10 ആണ് കൊടുക്കുന്നത്, 10 ഹോപ്സ് വരെ അത് ചെക്ക് ചെയ്യും, ഈ പാക്കറ്റ് സെൻഡ് ചെയ്ത് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ലെങ്കിലും അതെന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുവരെയുള്ള പാത്ത് ക്ലിയർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂടെ ഈ കമാൻഡിൻ്റെ കൂടെയുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഓപ്ഷൻസും ഇതുപോലെ നോക്കുക. -h എന്തായിരുന്നു, ഹോപ്സിൻ്റെ എണ്ണം കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എത്ര ഹോപ്സ് വേണമെന്നുള്ളത് അവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ 5 കൊടുത്തു. അപ്പോൾ മാക്സിമം 5 ഹോപ്സേ എന്ത് ചെയ്യുള്ളൂ, അത് ട്രാവൽ ചെയ്യുള്ളൂ.
നമ്മൾ ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ഈ പാക്കറ്റ് എന്ത് ചെയ്യും, 5 ഹോപ്പ് വരെ അത് ട്രാവൽ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ട്രേസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അത്ര വരെ എന്ത് ചെയ്യും, അത് പോകും. ഇനി വേറൊരു ഓപ്ഷനാണ് -W അല്ലെങ്കിൽ -W കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈം ഔട്ടാണ്. യു ക്യാൻ സ്പെസിഫൈ ദി ടൈം ഇൻ മില്ലി സെക്കൻഡ് ടു അലൗ ഈച്ച് റിപ്ലൈ ബിഫോർ ടൈം ഔട്ട് യൂസിങ് ദിസ് ട്രേസേഡ് ഓപ്ഷൻ. അപ്പോൾ ടൈം ഔട്ട് എന്തിനാണ്, നമ്മൾ പിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, റിക്വസ്റ്റ് ടൈംഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ആ റിക്വസ്റ്റ് നമ്മളിപ്പോൾ പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ വരാനുള്ള ഒരു ടൈം ഉണ്ട്. ആ ടൈം കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിക്വസ്റ്റ് ടൈം ഔട്ട് ആവും. ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, വീണ്ടും കാത്തിരിക്കില്ല. അപ്പോൾ ഈ ഓരോ ഹോപ്പും ഇതേപോലെ കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്താണ്, ഇതേപോലെ ഓരോ ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. അത് മില്ലി സെക്കൻഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ -W എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത്രയും ടൈം മാത്രമേ അത് കാത്തിരിക്കുകയുള്ളൂ. ഓക്കെ, അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ടൈം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. -W എന്തായിരുന്നു, അതിൻ്റെ ടൈമാണ് അല്ലേ, ടൈം ഔട്ട് നമുക്ക് സെറ്റ് ചെയ്യാം മില്ലി സെക്കൻഡിൽ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന കുറേ സെക്കൻഡ്സ് കാണുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടൈം ഔട്ട് ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 50 മില്ലി സെക്കൻഡ് കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. അപ്പം പെട്ടെന്ന് ടൈം ഔട്ടാണ്, കണ്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ കൊടുക്കുന്ന ആ ടൈമിൻ്റെ ഉള്ളിൽ ഇത് വന്നിട്ടില്ല എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് ടൈം ഔട്ട് ആവും. അപ്പോൾ ടൈം ഔട്ട് ആയ സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ആ ട്രേസ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ W കൊടുക്കുന്നത്. അപ്പോൾ ടൈം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു -4 ഉണ്ട്. ദിസ് ഓപ്ഷൻ ഫോഴ്സസ് ട്രേസർ ടു യൂസ് IPv4 ഓൺലി. അപ്പോൾ ഇവിടെ ഈ -4 അല്ലെങ്കിൽ -4 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിൽ IPv4 ഉള്ളത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. അതുപോലെ -6 കൊടുത്താൽ അതെന്ത് ചെയ്യണം, IPv6 മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. പിന്നെ ടാർജറ്റ്, ദിസ് ഈസ് ദ ഡെസ്റ്റിനേഷൻ ഐദർ ആൻ IP അഡ്രസ് ഓർ ഹോസ്റ്റ് നെയിം. ഇപ്പോൾ ടാർജറ്റ് നമുക്ക് എന്താ, ഒന്നുകിൽ IP അഡ്രസ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം കൊടുക്കുക. അപ്പോൾ ട്രേസേർഡ് എന്ന് പറഞ്ഞിട്ട് ടാർജറ്റ് അവിടെ ഏതെങ്കിലും IP അഡ്രസ്സാണ് നമുക്ക് അറിയെങ്കിൽ IP അഡ്രസ്സ് കൊടുക്കുക. IP അഡ്രസ്സ് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഗൂഗിളിൻ്റെ നമുക്ക് അറിയില്ലെങ്കിൽ google.com എന്ന് കൊടുത്താൽ മതി. യാഹു ആണെങ്കിൽ yahoo.com എന്നുള്ള രീതിയിൽ ടാർജറ്റ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്നുകിൽ IP അഡ്രസ്സ് അല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് /?. ട്രേസേർഡ് /? കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഹെൽപ്പ് സ്വിച്ച് ആണ്. അതായത് യൂസ് ദിസ് ഹെൽപ്പ് സ്വിച്ച് വിത്ത് ദി ട്രേസേർഡ് കമാൻഡ് ടു ഷോ ഡീറ്റെയിൽഡ് ഹെൽപ്പ് അബൌട്ട് ദി കമാൻഡ് സെവറൽ ഓപ്ഷൻസ്. ഇത് കൂടാതെ അതിൻ്റെ കൂടെയുള്ള കുറേ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിൻ്റെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഹെൽപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിന്നെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ ട്രേസേർഡ് കമാൻഡ് പ്രോംപ്റ്റിൽ വെച്ച് ട്രേസേർഡ് /? അത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എന്തൊക്കെ ഓപ്ഷൻസാണ് വരിക അതിൻ്റെ ഡെസ്ക്രിപ്ഷനും അതിന് കൂടെ ഉണ്ടാവും. ഓക്കെ, ഈ /? എന്തിനു വേണ്ടിയുള്ള സ്വിച്ച്, ഹെൽപ്പ് സ്വിച്ചാണ് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. ഓക്കെ, നെറ്റ് സ്റ്റാറ്റ് കമാൻഡ്. ഇപ്പം നെറ്റ് സ്റ്റാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ പേര് പോലെ തന്നെ ഈ നെറ്റ്വർക്കിൻ്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ വെരി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ യുവർ കമ്പ്യൂട്ടർ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് ഓർ നെറ്റ്വർക്ക് ഡിവൈസസ്.
അപ്പോൾ ഈ ഒരു നെറ്റ് സ്റ്റാറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അതായത് പിന്നെ മറ്റുള്ള കമ്പ്യൂട്ടേഴ്സ് പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസസ് ഒക്കെ ആയിട്ട് നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് കിട്ടും. ഷോ ഡീറ്റെയിൽസ് അബൌട്ട് ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക് കണക്ഷൻസ്, ഓവറോൾ ആൻഡ് പ്രോട്ടോകോൾ സ്പെസിഫിക് നെറ്റ്വർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മച്ച് മോർ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ജസ്റ്റ് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് ആ കണക്ഷൻ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു കമാൻഡ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ കണക്ഷനും ഏതൊക്കെ കണക്ഷൻസ് ആണുള്ളത്, പിന്നെ പ്രോട്ടോകോൾ ഏതൊക്കെ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രോട്ടോകോളിൽ പിന്നെ ഓരോ പ്രോട്ടോകോളും ഏതൊക്കെ കണക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ പ്രോട്ടോകോളിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് കിട്ടും. ഓൾ ഓഫ് വിച്ച് കുഡ് ഹെൽപ്പ് ട്രബിൾ ഷൂട്ട് സർട്ടൻ കൈൻഡ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമാൻഡാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമാൻഡാണ് ഈ നെറ്റ് സ്റ്റാറ്റൊക്കെ. കാരണം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് ഇഷ്യൂ ഉള്ളത്, എന്താണ് ഇഷ്യൂ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നെറ്റ്സ്റ്റാറ്റ് ഈസ് എ ക്രോസ് പ്ലാറ്റ്ഫോം കമാൻഡ് which means it's also available in other operating system like Mac OS and Linux. അപ്പോൾ ഈ നെറ്റ് സ്റ്റാറ്റ് നമ്മളിപ്പോൾ ഈ വിൻഡോസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് സ്റ്റാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ലിനക്സിൽ അതേപോലെ മാക്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതേ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലും ഇതേപോലെ നെറ്റ്വർക്ക് ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ഈ നെറ്റ് സ്റ്റാറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്രോസ് പ്ലാറ്റ്ഫോം കമാൻഡാണ്. നേരെ മറിച്ച് ട്രേസേർട്ട് എന്താണ് വിൻഡോസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിൽ ലിനക്സിലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറെ കമാൻഡ്സ് ഉണ്ട്. അതിൽ ട്രേസ് റൂട്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് കമാൻഡ് ഉണ്ട് ലിനക്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ് സ്റ്റാറ്റ് കമാൻഡ് ഓപ്ഷൻസ് നോക്കാം. നെറ്റ് സ്റ്റാറ്റിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നെറ്റ് സ്റ്റാറ്റ് എന്ന് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ദ നെറ്റ് സ്റ്റാറ്റ് കമാൻഡ് alone to show a relatively simple list of all active TCP connections. അപ്പോൾ നെറ്റ് സ്റ്റാറ്റ് നമ്മൾ സിമ്പിളായിട്ട് നെറ്റ് സ്റ്റാറ്റ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലിസ്റ്റ്, അതായത് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല, സിമ്പിളായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള TCP കണക്ഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ലിസ്റ്റാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇറ്റ് വിൽ ഷോ, അതിൽ എന്തൊക്കെ കാണിക്കുക, ഇറ്റ് വിൽ ഷോ ദ ലോക്കൽ IP അഡ്രസ് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ലിസ്റ്റ് ചെയ്യും. ദ ഫോറിൻ IP അഡ്രസ്, അതായത് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസിലേക്കാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ IP അഡ്രസ്സ് കാണിക്കും. അലോങ് വിത്ത് ദർ റെസ്പെക്റ്റീവ് പോർട്ട് നമ്പേഴ്സ് ആസ് വെൽ ആസ് ദി TCP സ്റ്റേറ്റ്. അതുപോലെ തന്നെ എന്താണ്, ആ മറ്റുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ കമ്പ്യൂട്ടർ ഡിവൈസിൻ്റെ IP അഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ പോർട്ട് നമ്പേഴ്സ്, അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ തമ്മിൽ നടക്കുന്നത് പോർട്ട് വഴിയാണ്. ഇപ്പം എന്താണ് പോർട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു സിസ്റ്റം വേറെ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പോർട്ടുണ്ട്, ആ പോർട്ട് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓരോ ടൈപ്പ് പിന്നെ പ്രോട്ടോക്കോള് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പോർട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ വെബ് ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾ WP പഠിക്കുന്നില്ലേ, അപ്പോൾ അതിലുണ്ടാവും ഇതുപോലെ നമ്മളിപ്പോൾ ഒരു വെബ് പേജ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നെറ്റ് വഴി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു പിന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്തു, അതിൽ നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഒരു പേജ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഒക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ വെബ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിന് ഒരു പോർട്ടുണ്ട്. ആ പോർട്ട് വഴിയാണ് എന്ത് ചെയ്യുക, ആ ഡാറ്റ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. അപ്പോൾ ഒരു സിസ്റ്റത്തിലുള്ള പോർട്ട് വഴി എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ പോർട്ട് വഴി ആ കാര്യങ്ങൾ മറ്റുള്ള റിമോട്ട് കമ്പ്യൂട്ടറിലേക്ക്
പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ വെബ് ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ പോർട്ട് 80 എന്ന പോർട്ടാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേറെയും പല ആപ്ലിക്കേഷൻസും ഉണ്ട് അല്ലേ. ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ FTP ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറെ പോർട്ട് ഉണ്ട്. പിന്നെ TCPക്ക് വേറെ ഉണ്ട്, UDPക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും എന്താണ് ഇതിന് നമ്മളെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഡാറ്റയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് വഴി ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ വേണ്ട. ഇപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിയറി ഇതിൽ പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ടാവും. ഇപ്പോൾ തിയറി നിങ്ങൾക്ക് നെക്സ്റ്റ് സെമ്മിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ രണ്ട് സിസ്റ്റം തമ്മിൽ ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോർട്ട് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇപ്പോൾ പോർട്ട് മീൻസ് ഇപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് കയറി ഇറങ്ങുക ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൂടെയാണ് ഫ്രണ്ടിലെ ഡോർ വഴി അല്ലേ. ഫ്രണ്ടിലെ ഡോർ വഴിയാണ് നിങ്ങൾ വീട്ടിലേക്ക് കയറുക, അതേപോലെ തന്നെ ഇറങ്ങുക. അപ്പോൾ ആ പോർട്ട് എന്ന് പറയുന്നത് ആ ഫ്രണ്ടിലെ ആ ഡോറാണ് അല്ലേ. അപ്പോൾ ചില ആൾക്കാർ പിന്നിലുള്ള ഡോറിലൂടെ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ചിലർ മതിലിയാടി പോകുന്നവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കള്ളം കയറുകയാണെങ്കിൽ ശരിക്കുള്ള പോർട്ടിലൂടെയാണോ കയറുക, അല്ലെങ്കിൽ ഫ്രണ്ടിലെ വാതിലൂടെയാണോ കയറുക? അല്ല അല്ലേ. അപ്പോൾ ഈ പോർട്ട്, അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ പോർട്ടുകളാണ്. അതായത് ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പോർട്ട് വഴിയാണ് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ SMTP, അതായത് മെസ്സേജ് മെയിൽ അയക്കുക ഒക്കെ ആണെങ്കിൽ SMTP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അതാണ് ഈ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു നെറ്റ്സ്റ്റാറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നെറ്റ്സ്റ്റാറ്റ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സിമ്പിൾ ലിസ്റ്റ് നമുക്ക് കാണിക്കും. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള കണക്ഷൻ TCP കണക്ഷൻ ഏതാണുള്ളത് അതിൻ്റെ ഒരു സിമ്പിൾ ലിസ്റ്റാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ ലോക്കൽ അഡ്രസ്സ് ഉണ്ട്, ഫോറിൻ അഡ്രസ്സ് എല്ലാം ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ വേറൊരു ഓപ്ഷനാണ് -A അല്ലെങ്കിൽ -A. നെറ്റ്സ്റ്റാറ്റിൻ്റെ കൂടെ -A കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഡിസ്പ്ലേസ് ആക്റ്റീവ് TCP കണക്ഷൻസ് വിത്ത് ലിസണിങ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് UDP പോർട്സ് ദാറ്റ് ആർ ലിസൺ ടു. അപ്പോൾ നമ്മൾ നെറ്റ്സ്റ്റാറ്റ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ലിസ്റ്റ് ആക്റ്റീവ്, ഇപ്പോൾ TCP കണക്ഷൻ ആക്റ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് ഏതൊക്കെ പോർട്ടിലാണോ അത് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ IP ഏത് ഡിവൈസിലേക്കാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ IP, പിന്നെ അതുപോലെ പോർട്ട് നമ്പറുകൾ, അതൊക്കെയാണ് ഈ നെറ്റ്സ്റ്റാറ്റ് മാത്രം യൂസ് ചെയ്താൽ കിട്ടുക. അപ്പം അതിൻ്റെ കൂടെ -A കൂടി കൊടുത്താൽ എന്താ സംഭവിക്കുക? എല്ലാ TCP കണക്ഷൻസും ഡിസ്പ്ലേ ചെയ്യും. അത് ആക്റ്റീവ് കണക്ഷൻ ഉണ്ടാവും, അതേപോലെ ലിസണിങ് സ്റ്റേറ്റിലുള്ള കണക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ വേറെ UDP പോർട്ട്, അതായത് TCP പോലുള്ള വേറെ പ്രോട്ടോക്കോളാണ് UDP. അപ്പോൾ UDP പോർട്ട്, പിന്നെ അതിൻ്റെ ഏതൊക്കെ ലിസണിങ് സ്റ്റേറ്റിലുള്ള പോർട്ടുകൾ, അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഈ -A കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഇപ്പോൾ പോർട്ട്, അതേപോലെ തന്നെ പറഞ്ഞപ്പോൾ സ്റ്റേറ്റുകളാണ്, അതായത് TCP കണക്ഷൻ സ്റ്റേറ്റുകളാണ്. ഇപ്പോൾ കണക്ഷൻ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കണക്ഷൻ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ കണക്ഷനിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്ഷനാണ് നമ്മൾ ആക്റ്റീവ് കണക്ഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ ലിസണിങ് സ്റ്റേറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന
പിന്നെ സ്റ്റേറ്റിനാണ് നമ്മൾ ലിസണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റിലുള്ളതുണ്ട്, ലിസണിങ് സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ -A കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. -A കൊടുത്താൽ എന്താണ്, എല്ലാ ആക്റ്റീവ് TCP കണക്ഷൻസും അതിൻ്റെ ഓരോന്നിൻ്റെയും സ്റ്റേറ്റും കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓരോ കണക്ഷനും അതേപോലെ അതിൻ്റെ സ്റ്റേറ്റ്. ചിലത് ലിസണിങ് ആണ്, ചിലത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് കാണിക്കും. അതിൽ TCP ഉണ്ട്, UDP ഉണ്ട്. ഇപ്പോൾ UDP നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആ സ്റ്റാർ എന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് നമുക്ക് -A കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇനി അടുത്ത ഓപ്ഷൻ -E അല്ലെങ്കിൽ -E കൊടുത്തു കഴിഞ്ഞാൽ ഷോ സ്റ്റാറ്റിസ്റ്റിക് അബൌട്ട് യുവർ നെറ്റ്വർക്ക് കണക്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ നെറ്റ്വർക്ക് കണക്ഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പോൾ അതായത് അതിൽ കുറച്ച് കാര്യങ്ങൾ പിന്നെ കണക്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. അതായത് ദ ഡാറ്റ ഇൻക്ലൂഡ്സ് എത്ര ബൈറ്റ്സ് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്തു, എത്ര ബൈറ്റ്സ് റിസീവ് ചെയ്തു, പിന്നെ യൂണിക്കാസ്റ്റ് പാക്കറ്റ്സ് എത്ര സെൻഡ് ചെയ്തു, നോൺ യൂണിക്കാസ്റ്റ് പാക്കറ്റ്സ് എത്ര സെൻഡ് ചെയ്തു, പിന്നെ എത്ര എണ്ണം ഡിസ്കാർഡായി, എത്ര എണ്ണം എറർ വന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഫുള്ള് ഈ -E ഓപ്ഷന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്. -E കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും അല്ലേ, നമ്മൾ ആ കണക്ഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് എത്ര ബൈറ്റ്സ് റിസീവ് ചെയ്തു, എത്ര ബൈറ്റ്സ് സെൻഡ് ചെയ്തു, യൂണിക്കാസ്റ്റ് പാക്കറ്റ്സ് എത്ര എണ്ണം റിസീവ് ചെയ്തു, എത്ര എണ്ണം സെൻഡ് ചെയ്തു, നോൺ യൂണിക്കാസ്റ്റ് പാക്കറ്റ് എത്ര എണ്ണം സെൻഡ് ചെയ്തു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ഡിസ്കാർഡ്സ് ഉണ്ടോ, എറേഴ്സ് ഉണ്ടോ, അൺനോൺ പ്രോട്ടോകോൾസ് ഉണ്ടോ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് -E എന്ന ഓപ്ഷൻ കൊടുത്താൽ കിട്ടും. അതിൽ യൂണിക്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ പോയിന്റ് ടു പോയിന്റ് പാക്കറ്റ്സ് സെൻഡ് ചെയ്യാനാണ് യൂണിക്കാസ്റ്റ് പറയുക. പിന്നെ ബ്രോഡ്കാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ പിന്നെ IP പഠിച്ചാണ് ബ്രോഡ്കാസ്റ്റ് അല്ലേ. ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിലേക്കും സെൻഡ് ചെയ്യുന്നതിനാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. മൾട്ടികാസ്റ്റ് ഉണ്ട്, അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് -F. ദ -F will force the netstat command to display the fully qualified domain name for each foreign IP address when possible. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ നമ്മളിപ്പോൾ വേറൊരു ഡിവൈസിലേക്കോ അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മളെ കമ്പ്യൂട്ടർ പിന്നെ പുറത്തേക്കുള്ള കണക്ഷൻ റൗട്ടർ വഴി എന്ത് ചെയ്യും, ആ ഒരു ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിനിടയിൽ കുറേ ഹോപ്സ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ കുറേ റൗട്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡൊമൈൻ നെയിം റിസോൾവ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഡൊമൈൻ നെയിം എന്താണ്, അപ്പോൾ അതിൻ്റെ റൂട്ട് മുതൽ ഉള്ള കംപ്ലീറ്റ് ഡൊമൈൻ നെയിമും എന്ത് ചെയ്യുക, ഇതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ -F എന്നുള്ള സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു ഓപ്ഷനാണ് -N. ദ യൂസ് ദി -N സ്വിച്ച് ടു പ്രിവെൻറ്റ് നെറ്റ്സ്റ്റാറ്റ് ഫ്രം അറ്റംപ്റ്റിംഗ് ടു ഡിറ്റർമിൻ host names for IP addresses. Depending on your current network connections, using this switch could considerably reduce the time it takes for netstat to fully execute. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ -N എന്നുള്ള ഒരു സ്വിച്ച് നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അതിൻ്റെ ഹോസ്റ്റ് നെയിം റിസോൾവ് ചെയ്യില്ല. അതായത് പിന്നെ ഏതൊക്കെ IP അഡ്രസ്സ് ഇപ്പോൾ നമ്മൾ വേറൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, മൾട്ടിപ്പിൾ ഹോപ്സ് കടന്നു പോകും. ഓരോ ഹോപ്പിനും അല്ലെങ്കിൽ ഓരോ റൗട്ടറിനും അതുപോലെ തന്നെ എന്തുണ്ടാവും, IP അഡ്രസ്സുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്താണ് ഹോസ്റ്റ് നെയിം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എന്താണ് അത്രയും സമയം എടുക്കും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ -N എന്ന് പറയുന്ന സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ യുവർ കറണ്ട് നെറ്റ്വർക്ക് കണക്ഷൻസ്, യൂസിങ് ദിസ് സ്വിച്ച് കുഡ് കൺസിഡറബിളി റെഡ്യൂസ് ദി ടൈം ഇറ്റ് ടേക്സ് ഫോർ നെറ്റ്സ്റ്റാറ്റ് ടു ഫുള്ളി എക്സിക്യൂട്ട്. അപ്പോൾ ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് നമുക്ക് പിന്നെ റിസൾട്ട് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ -N കൊടുത്തു കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ, അതായത് ഹോസ്റ്റ് നെയിം റിസോൾവ് ചെയ്യുന്ന ആ ഒരു ഇത് ഒഴിവായി കിട്ടും. അപ്പം കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് കടന്നിട്ടാണ് ഒരു പക്ഷേ നമ്മളെ ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിലേക്ക് എത്തുക. അപ്പോൾ അത്രയും അതിനിടയിലുള്ള കുറേ നെറ്റ്വർക്ക്, ചിലപ്പോൾ ചില നെറ്റ്വർക്കൊക്കെ വളരെ എന്താണ്
പിന്നെ സ്പീഡ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും കൺജസ്റ്റഡ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ആ ഒരു പിന്നെ ഹോസ്റ്റ് നെയിം റെസൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു -n കൊടുക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഹോസ്റ്റ് നെയിം അറിയേണ്ട ആവശ്യം വരില്ല അല്ലേ. അങ്ങനത്തെ അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, -n കൊടുക്കാൻ പറ്റും. ഐഫോൺ n കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, പ്രിവെൻറ്റ് ഫ്രോം ഡിറ്റർമിൻ ഹോസ്റ്റ് നെയിം ഫോർ ഫോറിൻ IP അഡ്രസ്. അപ്പോൾ ഇതും എന്താ ചെയ്യുന്നത്, ആ ഫോറിൻ IP അഡ്രസ്സ് റെസൊല്യൂഷൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതായത് IP അഡ്രസ്സിനെ ഹോസ്റ്റ് നെയിമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇപ്പോൾ ഞാൻ നെറ്റ് സ്റ്റാറ്റിൽ നിന്ന് മാത്രം അടിച്ച സമയത്ത് അവിടെ എന്താണ് അതിൻ്റെ നെയിം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന MAA എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹോസ്റ്റ് നെയിം കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് മറ്റേലാകുമ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് പോകും. നെക്സ്റ്റ് -O അല്ലെങ്കിൽ -O കൊടുത്തു കഴിഞ്ഞാൽ എ ഹാൻഡി ഓപ്ഷൻ ഫോർ മെനി ട്രബിൾ ഷൂട്ടിംഗ് ടാസ്ക്. ദി -O switch displays a process identifier associated with each displayed connection. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഈ -O. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോസസ്സ് ID വരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. ഓരോ പ്രോസസ്സും നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഓരോ പ്രോസസ്സും അത് പിന്നെ ഓരോന്നിൻ്റെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ID നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും കാര്യങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസസ്സ് ID വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും അല്ലേ, എല്ലാം എന്താണ്, ഓരോ പ്രോസസ്സാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു പിന്നെ ഫയൽ എങ്ങോട്ടെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ് അല്ലേ. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഒരു വെബ് പേജ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്താണ്, അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഒക്കെ ID നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. -O ഇത് നമ്മൾ പ്രോസസ് ഐഡിയും കൂടി ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും. ഇതിൽ പ്രോട്ടോകോൾ, അതേപോലെ തന്നെ ലോക്കൽ അഡ്രസ്സ്, ഫോറിൻ അഡ്രസ്സ്, പിന്നെ കണക്ഷൻ്റെ സ്റ്റേറ്റ് ഏത് എസ്റ്റാബ്ലിഷ്ഡ് ആണോ, ടൈം വെയിറ്റ് ആണോ, പിന്നെ അതുപോലെ പ്രോസസ് IDയും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ഇതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ്. അതുപോലെ -P use the P switch to show connections or statistics only for a particular protocol. You cannot define more than one protocol at once, nor can you execute netstat with -P without defining a protocol. അപ്പോൾ ഈ ഒരു P യൂസ് ചെയ്യുന്നത് പ്രോട്ടോകോൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യും അല്ലേ, എല്ലാ പ്രോട്ടോക്കോളും ഏതൊക്കെ പ്രോട്ടോക്കോൾ ഇപ്പോൾ കറൻ്റ്ലി പിന്നെ കണക്റ്റഡ് ആയിട്ടുള്ളത് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്കിപ്പോൾ TCPൻ്റെ മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നെറ്റ്സ്റ്റാറ്റ് -P TCP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ TCP കണക്ഷൻ്റെ മാത്രം എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്തിട്ട് കാണിക്കും. പിന്നെ UDP ആണെങ്കിൽ ഇതേപോലെ തന്നെ നെറ്റ്സ്റ്റാറ്റ് -P UDP എന്ന് കൊടുത്താൽ UDP കണക്ഷൻ മാത്രം നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. -P എന്തായിരുന്നു, പ്രോട്ടോക്കോൾ അല്ലേ. അപ്പോൾ ആ പ്രോട്ടോക്കോൾ ഞാൻ TCP കൊടുത്തു. അപ്പോൾ TCP പ്രോട്ടോക്കോൾസ് കംപ്ലീറ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. പിന്നെ കണക്ഷന്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രോട്ടോക്കോള്, ലോക്കൽ അഡ്രസ്സ്, ഫോറിൻ അഡ്രസ്സ്, അതിൻ്റെ സ്റ്റേറ്റ്, ആ കണക്ഷൻ്റെ സ്റ്റേറ്റ്, ഇപ്പോൾ ഉള്ള കണക്ഷൻ്റെ സ്റ്റേറ്റ് എന്താണ് അതും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ -P കൊടുത്തിട്ട് ഏത് പ്രോട്ടോക്കോളാണോ കൊടുക്കുന്നത് ആ പ്രോട്ടോക്കോളിൻ്റെ സ്റ്റേറ്റ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക. ഇപ്പോൾ ഞാൻ UDP കൊടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, കാരണം UDP കണക്ഷൻ ഇല്ല. ഈ പ്രോട്ടോക്കോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആ നെറ്റ്വർക്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ ഏതാണോ പ്രോട്ടോക്കോൾ വേണ്ടതെന്ന് വെച്ചാൽ -P കൊടുത്തിട്ട് ആ പ്രോട്ടോക്കോളിൻ്റെ പേര് അവിടെ കൊടുക്കുക. /? കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഹെൽപ്പാണ്. അപ്പോൾ ഹെൽപ്പ് നമുക്ക് ഈ നെറ്റ്സ്റ്റാറ്റ് /? കൊടുത്തു കഴിഞ്ഞാൽ
ഓരോ സ്വിച്ചും എന്താണ്, അത് ഓരോന്നിനും എന്തൊക്കെയാണ് അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷൻ നമുക്ക് അതിൻ്റെ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഹെൽപ്പ് സ്വിച്ചാണ് ഈ /? കൊടുത്തത്. അപ്പോൾ ഏത് കമാൻഡ് ആണെങ്കിലും അതിന് /? കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹെൽപ്പ് നമുക്ക് കിട്ടും. ഇനി ഹെൽപ്പിൻ്റെ അതേപോലെ തന്നെ /? കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിൻ്റെ ലിസ്റ്റ് അവിടെ കാണിച്ചു തരും. ഓരോ ഓപ്ഷനും എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റും. With the NSLOOKUP command finds name server information for domains by querying the domain name system to obtain domain name or IP address mapping. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഡൊമൈൻ നെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു NSLOOKUP എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുറത്തുള്ള കുറേ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഓരോ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഓരോ സെർവറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിം അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കമാൻഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ പോയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡൊമൈൻ നെയിം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിൽ കാണിച്ചു തരും. NSLOOKUP can be used in interactive and non-interactive mode. അപ്പോൾ ഈ NSLOOKUP എന്ന് പറഞ്ഞ കമാൻഡ് ഇൻറ്ററാക്റ്റീവ് മോഡിലും അതുപോലെ തന്നെ നോൺ ഇൻറ്ററാക്റ്റീവ് മോഡിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ നോൺ ഇൻറ്ററാക്റ്റീവ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു കമാൻഡ് നമ്മൾ ഫുൾ ടൈപ്പ് ചെയ്യും, അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടെ കാണിക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് NSLOOKUPൽ ഒരു ഇൻറ്ററാക്റ്റീവ് മോഡും കൂടി ഉണ്ട്. NSLOOKUP ഇപ്പോൾ 2 മോഡലുണ്ട്, നോൺ ഇൻറ്ററാക്റ്റീവ് മോഡും ഇൻറ്ററാക്റ്റീവ് മോഡും. ഇപ്പോൾ NSLOOKUP എന്ന് അടിച്ചിട്ട് ഞാൻ ഒരു ഡൊമൈൻ നെയിം കൊടുക്കുകയാണ്. google.com എന്ന് പറഞ്ഞ ഒരു google.com കൊടുത്തു. അപ്പോൾ ഇതൊരു നോൺ ഇൻറ്ററാക്റ്റീവ് മോഡാണ്. അപ്പോൾ അതിൻ്റെ IP അഡ്രസ്സ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഡൊമൈൻ നെയിം NS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സെർവറാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അവിടെ കാണിക്കും. ഇപ്പോൾ ഗൂഗിളിൻ്റെ IP ആണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഇനി NSLOOKUP ഇൻറ്ററാക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് NSLOOKUP എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, google.com എന്ന് അടിക്കുക. അപ്പോൾ നേരത്തെ ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ 172.121.160.142 എന്ന് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സെയിം നെയിം സെർവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. നെയിം സെർവറിൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ yahoo.com അടിക്കുകയാണെങ്കിൽ yahoo.comൻ്റെ ആ ഡൊമൈൻ നെയിംസ് സെർവേഴ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നിലധികം ഉണ്ടാവും, ചിലതിന് ഒന്നിലധികം സെർവേഴ്സ് ഉണ്ടായിരിക്കും. ഇനി amazon.in കൊടുത്തു നോക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ നെയിം സെർവേഴ്സ് ഇവിടെ കാണിക്കുക. അതിൻ്റെ ഒക്കെ IP അഡ്രസ്സാണ്, നെയിം സെർവറിൻ്റെ IP അഡ്രസ്സുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും യൂസ് ചെയ്യുന്ന നെയിം സെർവറിൻ്റെ IP അഡ്രസ്സുകളാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തത്. ഇനി ഇതിൻ്റെ നെയിം സെർവറിൻ്റെ പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, സെറ്റ് ടൈപ്പ് =NS. NS മീൻസ് നെയിം സെർവർ എന്ന് കൊടുക്കുക. ഇനി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ google.com എന്ന് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ നെയിം സെർവറിൻ്റെ പേര് ഇവിടെ കാണിക്കും. ആ അഡ്രസ്സ് അവിടെ IP അഡ്രസ്സ് അവിടെ കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് നെയിം സെർവറിൻ്റെ ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ നെയിം സെർവറിൻ്റെ പേര് ഇവിടെ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഇനി വേറെ yahoo.comൻ്റെ കൊടുത്തു നോക്കാം. yahoo.com കൊടുത്തു കഴിഞ്ഞാൽ ആ yahoo.comൻ്റെ നെയിം സെർവർ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സെറ്റ് ടൈപ്പ് =NS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അതിൻ്റെ പേരുകളാണ് കാണിക്കുക. ഈ സെറ്റ് ടൈപ്പ് എക്സ്ചേഞ്ച് മെയിൽ എക്സ്ചേഞ്ചർ ഉണ്ട്, മെയിൽ എക്സ്ചേഞ്ചർ സെർവറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെറ്റ് ടൈപ്പ് MX എന്ന് കൊടുക്കുക. MX എന്ന് പറഞ്ഞാൽ മെയിൽ എക്സ്ചേഞ്ചർ. അപ്പോൾ മെയിൽ എക്സ്ചേഞ്ചർ സെർവേഴ്സിൻ്റെ പേരുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും.
സെറ്റ് ഐ പി ഈക്വൽ ടു MX എന്ന് കൊടുക്കാം. ഇനി ഓരോന്നിൻ്റെ അതേപോലെ തന്നെ നേരത്തെ നോക്കിയ പോലെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ യാഹുവിന് മെയിൽ സെർവർ ഉണ്ട് അല്ലേ. ഇപ്പോൾ yahoo.com കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മെയിൽ എക്സ്ചേഞ്ചറെ DNS അവിടെ കാണിക്കും, നെയിം സെർവറിൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി അതേപോലെ തന്നെ google.com കൊടുത്തു നോക്കാം, അവർക്കും മെയിൽ എക്സ്ചേഞ്ച് സെർവർ ഉണ്ട്. അപ്പോൾ മെയിൽ എക്സ്ചേഞ്ചറിൻ്റെ ആ പേര് അവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കമാൻഡ്സൊക്കെ, അപ്പോൾ ഇതൊക്കെ ഈ നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ, എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ട് ഡീബഗ് ചെയ്യാൻ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന കമാൻഡ്സുകളാണ്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കമാൻഡ്സാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു നെറ്റ്വർക്കൊക്കെ ആണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാരണം ചെറിയ നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. അപ്പം നേരെ മറിച്ച് വലിയ വലിയ നെറ്റ്വർക്കൊക്കെ ആവുന്ന സമയത്താണ് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കമാൻഡ്സിൻ്റെ ഒക്കെ പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെയുള്ള കമാൻഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കമാൻഡ്സുകളാണ്. ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്കും ബാക്കി അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമാൻഡ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഓരോ കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ എന്താണോ ആവശ്യം വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്ത് നോക്കിയാലേ നമുക്ക് കൂടുതൽ അതിൻ്റെ ഐഡിയ കിട്ടുള്ളൂ. നോക്കാം, നമുക്കിനി ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ലാബിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമാൻഡ്സൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അതുവരെ ബൈ.